നമുക്കറിയാം, ഒരു ഓർഗനൈസേഷന്റെ തലപ്പത്തിരിക്കുക എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല. ഒത്തിരിയേറെ റെസ്പോൺസിബിലിറ്റി എടുത്ത് ഈ കോട്ടയങ്ങളൊക്കെ മുന്നോട്ട് നയിക്കുന്ന മിസ്റ്റർ ജോൺ ഇടയാടി ക്ഷണിച്ചുകൊള്ളുന്ന സ്റ്റേജിലേക്ക്. താങ്ക് യു ഡോക്ടർ റൈന. ആദ്യമായി ഇന്നത്തെ നമ്മുടെ ഓണാഘോഷ പരിപാടിയുടെ ക്ഷണം സ്വീകരിച്ച് മുഖ്യ അതിഥിയായി കടന്നു വന്നിരിക്കുന്ന മിസോറി സിറ്റിയുടെ മേയർ ഹോണറബിൾ മേയർ റോബിൻ ഏലക്കാർ, സ്റ്റാർഫോർഡ് സിറ്റിയുടെ മേയർ ആയ ഹോണറബിൾ മേയർ കെൻ മാത്യു സാർ, മാഗിൻ്റെ കർമ്മധീരനായ പ്രസിഡന്റ് ജോസ് കെ ജോൺ, കോട്ടയം ക്ലബ് ഹൂസ്റ്റന്റെ മുൻ പ്രസിഡന്റും ഇപ്പോഴത്തെ ചെയർമാനുമായ ബാബു ചാക്കോ, സെക്രട്ടറി സജി സൈമൻ, ട്രഷറർ ഫ്രാൻസിസ് തൈ, വൈസ് പ്രസിഡന്റുമാരായ ജയേഷ് ജോസ്, ഷാജി ജോസ്, കൾച്ചർ കമ്മിറ്റിയുടെ കോർഡിനേറ്ററായ ബിജു ചാലക്കൽ, സോഷ്യൽ വെൽഫെയർ കോർഡിനേറ്റർ സജി ജോസ്, ചീഫ് ഇലക്ഷൻ കമ്മീഷൻ മാർട്ടിൻ, ചാക്ക യോസഫ് ചേട്ടൻ, കുര്യൻ ചേട്ടൻ, മറ്റെല്ലാ ബോർഡ് മെമ്പേഴ്സ്, അതുപോലെ തന്നെ ഇന്നിവിടെ കടന്നു വന്നിരിക്കുന്ന കോട്ടയം ക്ലബിൻ്റെ മെമ്പേഴ്സ്, നമ്മുടെ ഇന്നത്തെ പരിപാടിയിലേക്ക് കടന്നു വന്ന എൻ്റെ സ്നേഹിതരും ഞങ്ങളുടെ സ്നേഹിതരായിട്ടുള്ള മറ്റ് ഫ്രണ്ട്സ്, അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ MC ആയിട്ട് ഇവിടെ പ്രവർത്തിക്കുന്ന കോട്ടയംകാരിയായ തന്നെ കോട്ടയത്തിൻ്റെ അഭിമാനമാണ് ഡോക്ടർ റൈന. ആദ്യമായിട്ട് മഹാബലി തമ്പുരാന്റെ ഓർമ്മയാചരിക്കുന്ന ഈ ഓണം നാളിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഓണത്തിൻ്റെ ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും ആശംസകൾ ഞാൻ അർപ്പിക്കുകയാണ്. ഓണം എന്ന് പറയുന്നത് ഒരുപാട് സന്ദേശങ്ങളും മനുഷ്യ സമൂഹത്തിന് ഒരുപാട് നിർദ്ദേശങ്ങളും ക്രിയാത്മകമായ ഒരു ക്രിയേറ്റിവിറ്റി ഉണ്ടാക്കിയ ഒരു കൂട്ടായ്മയാണ് ഉത്സവത്തെക്കാൾ കൂടുതൽ. കാരണം മഹാബലി എന്ന് പറയുന്ന വ്യക്തി മഹാത്യാഗം ചെയ്തവർ. ആരൊക്കെ ബലി കഴിപ്പിക്കപ്പെട്ടിട്ടുണ്ടോ അവരെല്ലാം മനുഷ്യ മനസ്സുകളിൽ ഇന്നും നാളെയും വരുന്ന തലമുറയുടെ മനസ്സിലും ജീവിക്കൂ എന്നുള്ളത് സത്യമാണ്. മഹാനായ യേശു, നമ്മുടെ യേശു ക്രിസ്തു, അതുപോലെ തന്നെ മഹാത്മാഗാന്ധി, ഭഗത് സിംഗ്, അബ്രഹാം ലിങ്കൻ തുടങ്ങിയ വ്യക്തികൾ മനുഷ്യ സമൂഹത്തിന് വേണ്ടിയിട്ട് സ്വയം ബലി അർപ്പിച്ച വ്യക്തിത്വങ്ങളാണ്. അപ്പൊ ഓണത്തിലൂടെ തരുന്ന ഒരു സന്ദേശം, മറ്റുള്ളവർക്ക് വേണ്ടി, സമൂഹത്തിന് വേണ്ടി ആർ സ്വയം ത്യജിക്കുന്നുവോ അവർ മനസ്സുകളിൽ ഒരിക്കലും മരിക്കുന്നില്ല എന്നുള്ളത്. അതുപോലെ തന്നെ ഓണം എന്ന് പറയുമ്പോൾ സമത്വത്തിന്റെ ഒരു കാഴ്ചപ്പാടാണ് ഓണം തരുന്ന ഒരു സന്ദേശം. നമ്മുടെ തൊട്ട് മുമ്പിലിട്ടിരിക്കുന്ന അത്തപ്പൂ തന്നെ ശ്രദ്ധിക്കുക. അതിൽ വളരെ പ്രാധാന്യം ഏറിയ പൂവുണ്ട്, പ്രാധാന്യം കുറഞ്ഞ പൂവുണ്ട്, സുഗന്ധം പരത്തുന്ന പൂവുണ്ട്, സുഗന്ധമില്ലാത്തതുണ്ട്, വലുതുണ്ട്, ചെറുതുണ്ട്. പക്ഷെ അത് വൃത്താകൃതിയിൽ ക്രമീകരിക്കുമ്പോൾ, അതിനെ അലങ്കരിക്കുമ്പോൾ അവരുടെ ഒരു പൂവിന് പോലും പ്രാധാന്യമുള്ളതോ ഒരു പൂ പോലും അപ്രധാനമായിട്ടുള്ളതോ എല്ലാം ഒരു ഈക്വലൈസേഷന്റെ ഭാഗം. അതുപോലെ തന്നെ ഓണത്തിന്റെ ഏറ്റവും വലിയ കലാരൂപമായ നമ്മുടെ തിരുവാതിര, ആ തിരുവാതിര അവതരിപ്പിക്കുന്നത് വൃത്താകൃതിയിലായതുകൊണ്ട് അതിൽ പങ്കെടുക്കുന്ന ഒരു വ്യക്തിക്കും അവിടെ പ്രാധാന്യമോ അപ്രാധാന്യമോ ഇല്ല. അവിടെ സമത്വത്തിൻ്റെതായ സന്ദേശം നമുക്ക് നൽകും. മുൻകാലങ്ങളിൽ നമ്മൾ വട്ടത്തിലിരുന്ന് ആഹാരം കഴിക്കുന്നു, ഓണത്തിന് സദ്യ കഴിക്കുന്നു. അവിടെയും ഒരു ചീഫ് ഗസ്റ്റ് ഇല്ല, അല്ലെങ്കിൽ അവിടെ ഒരു പ്രാധാന്യമുള്ള വ്യക്തിയില്ല, അല്ലെങ്കിൽ അപ്രധാനമുള്ള ഒരു വ്യക്തി. ഇതെല്ലാം നമുക്ക് തരുന്ന സന്ദേശമാണ് ഇക്വാളിറ്റിയുടെ സന്ദേശം. അതുപോലെ തന്നെ ഓണം എന്ന് പറയുന്നത് ഒരു പരാജിതന്റെ ഉത്സവമാണ്. എല്ലാ ആഘോഷങ്ങളും വിജയത്തിന്റെ ആഘോഷങ്ങളാകുമ്പോൾ ഓണം മാത്രം പരാജിതന്റെ ആഘോഷം. കാരണം സർവ്വതും നഷ്ടപ്പെട്ട്, രാജ്യവും നഷ്ടപ്പെട്ട്, തന്റെ അധികാരവും നഷ്ടപ്പെട്ട് പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തപ്പെട്ട മഹാബലിയുടെ ഓർമ്മയാണ് അപ്പോൾ ഒരു പരാജിതന്റെ
ഓർമ്മയാണുള്ളത് ഓണം എന്ന് നമുക്ക് പറയാം. അതുപോലെ തന്നെ ഓണം എന്ന് പറയുന്നത് കൊടുക്കുന്നവനെ വാങ്ങുന്നവൻ പാതാളത്തിലേക്ക് താഴ്ത്തുന്നതിൻ്റെ ഒരു ഓർമ്മ ദിനമാണ്. മഹാബലി എന്ന് പറയുന്ന ആ മഹാമനസ്സുള്ള മനുഷ്യൻ ഐതിഹ്യമായിക്കോട്ടെ എന്തുമായിക്കോട്ടെ, പക്ഷേ അതിൽ നിന്ന് വരുന്ന നല്ല ആശയങ്ങൾ നമ്മൾ ഉൾക്കൊള്ളുവാനായിട്ട് നമ്മൾ ശ്രമിക്കണം. ആ വ്യക്തിയെ പാതാളത്തിലേക്ക് വാങ്ങുന്നവൻ കൊടുക്കുന്നവനെ വാങ്ങുന്നവൻ പാതാളത്തിലേക്ക് നമുക്കും ഉണ്ടാകുന്ന അനുഭവമാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും അവഗണിക്കപ്പെട്ടവരെയും സമൂഹത്തിലെ ഏറ്റവും എല്ലാം നഷ്ടപ്പെട്ടവരുടെയും ഒരു ഉത്സവമാണ് ഓണം എന്ന് ചുരുക്കി വേണമെങ്കിൽ നമുക്ക് പറയാം. ഈ അവസരത്തിൽ കോട്ടയം ക്ലബ് ഹൂസ്റ്റൺ കഴിഞ്ഞ കാലങ്ങളായിട്ട് അതിൻ്റെ പ്രവർത്തനവുമായി മുമ്പോട്ട് വയ്ക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും കോട്ടയം ക്ലബ് ഹൂസ്റ്റൺ ഒരു കാഴ്ചപ്പാടുണ്ട്, അതിനൊരു വിഷനുണ്ട്. സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും സമൂഹത്തിലെ അവസരങ്ങളുടെ കൂടെ വിത്ത്സ്റ്റാൻഡ് ചെയ്യുക എന്നുള്ളൊരു കാഴ്ചപ്പാടാണ് കോട്ടയം ക്ലബ് ഹൂസ്റ്റൺ. കാരണം ക്ലബിൻ്റെ ഒരു വിഷൻ തന്നെ $1 ക്ലബിൽ കിട്ടിയാൽ $1.5 ക്ലബിൻ്റെ ദൈനംദിന പ്രവർത്തനത്തിന് വേണ്ടി ഉപയോഗിക്കുക, $1.5 ചാരിറ്റി വേണ്ടി ഉപയോഗിക്കുക. ഈ കൊല്ലത്തെ 2025 കോട്ടയം ക്ലബ്ബ് മുന്നോട്ട് വച്ചിരിക്കുന്ന പ്രൊജക്ഷൻ എന്ന് പറയുന്നത് കോട്ടയം ജില്ലയിൽ ഏറ്റവും അർഹനായിട്ടുള്ള ഒരു സാധു കുടുംബത്തിന് മനോഹരമായ ഒരു വീട് വെച്ച് നൽകുക എന്നുള്ളതാണ്. അത് ഈ കൊല്ലം ഡിസംബർ 31, 2025 മുമ്പിൽ അതിനുള്ള പ്രാരംഭ പരിപാടികൾ ഞങ്ങൾ ആവിഷ്കരിച്ച് നടപ്പാക്കാം. 2026 ഞങ്ങൾക്കൊരു വിഷനുണ്ട്. കോട്ടയം ജില്ലയിലെ ഏറ്റവും സാധുവായ 5 കുട്ടികളെ അവരെ പ്രൊഫഷണൽ കുട്ടികളെ സ്പോൺസർ ചെയ്ത് അവരെ പഠിപ്പിക്കുക എന്നുള്ളൊരു വിഷയമാണ് ഞങ്ങൾ പഠിച്ചിരിക്കുന്നത്. മുൻകാലങ്ങളിലേക്ക് കടന്നുപോയി കഴിഞ്ഞാൽ 2017 ഉണ്ടായ പേമാരിയിലും വെള്ളപ്പൊക്കത്തിലും കോട്ടയം ജില്ലയിലെ താഴ്ന്ന പ്രദേശമായ പരിപ്പ, ഉളശ, വില്ലൂന്നി, മള്ളൂശ്ശേരി തുടങ്ങിയ ഭാഗങ്ങളിൽ അന്നത്തെ പ്രസിഡന്റായിരുന്ന ബാബു ചാക്കോയുടെ നേതൃത്വത്തിൽ കോട്ടയം ക്ലബ്ബ് സഹായ സ്കോർ എല്ലാ കൊല്ലവും നവജീവൻ ട്രസ്റ്റ് ആയിരങ്ങൾക്ക് അത്താണിയായ നവജീവൻ ട്രസ്റ്റിന് ഒരു നിശ്ചിത തുക എത്തിച്ചേർക്കുവാൻ കോട്ടയം ക്ലബ്ബ് എന്നും വ്യാപകമാണ്. അതുപോലെ തന്നെ മെഡിക്കൽ ചാരിറ്റിയും എല്ലാം ആൻഡ്രൂസും ഇതിന്റെ മുൻ പ്രസിഡന്റായിരുന്ന ആൻഡ്രൂസ് ജേക്കബ് അദ്ദേഹത്തിന്റെ കാലത്ത് ധാരാളം ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്തു. ഈ കോട്ടയം ക്ലബ്ബിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ നിങ്ങളുടെ ഓരോരുത്തരുടെ നിർദ്ദേശങ്ങളും അനുഗ്രഹവും ഉണ്ടായിരിക്കണമെന്ന് ഈ അവസരത്തിൽ അപേക്ഷിക്കുന്നതോടൊപ്പം നമ്മുടെ എല്ലാം ആയ നമ്മുടെ റോബിൻ ഏലക്കാട്ട് ഇപ്പോഴത്തെ മിസോറി സിറ്റിയുടെ മേയർ, അദ്ദേഹം വരുന്ന ഇലക്ഷനിൽ വീണ്ടും വിജയിക്കുകയാണ്. അദ്ദേഹത്തിന് നിങ്ങളെ കൊണ്ട് കഴിയാവുന്ന രീതിയിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും വിലയേറിയ വോട്ടിനോടൊപ്പം തന്നെ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് നമ്മുടെ സമൂഹത്തിൽ നിന്ന് കടന്നു വരുന്ന വ്യക്തികളെ നമ്മൾ കണ്ട് കൈയയച്ച് നമ്മൾ അവരെ പ്രോത്സാഹിക്കും. അവർ കടന്നു വരണം, എങ്കിൽ മാത്രമേ നമുക്കും ഒരു ഷെയ്ഡ് കിട്ടൂ. അപ്പോൾ വയർലി വോട്ടിംഗ് ഒക്ടോബർ 4 മുതൽ തുടങ്ങും. അത് ഒക്ടോബർ 31 കൊണ്ട് പര്യവസാനിക്കും. റിയൽ വോട്ട് നവംബർ 4 കറക്റ്റ് നവംബർ 4 ആണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒക്കെ കൂട്ടായ്മയിലുള്ളവരെയൊക്കെ മനസ്സിലാക്കി അദ്ദേഹത്തിന് വേണ്ടുന്ന എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്യണമെന്നും കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് മഹാബലിയുടെ ഓർമ്മ തിരുനാൾ ആഘോഷിക്കുന്ന നമ്മൾക്ക് എല്ലാവർക്കും സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും ഐക്യത്തിൻ്റെയുമായിട്ടുള്ള ഒരു ഓണാശംസകൾ നൽകിക്കൊണ്ട് നന്ദി, നമസ്കാരം.